ചെയ്യണം. നോക്കൂ, തിരക്കേറിയ ഈ ജീവിതത്തിൽ ആർക്കാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ളത്? നിങ്ങൾക്കുണ്ടോ? സ്വാർത്ഥതയ്ക്കും ആഡംബര മോഹത്തിനും അടിമപ്പെട്ട് മനുഷ്യൻ ഇന്ന് വെറും ഒരു യന്ത്രമായി മാറിയിരിക്കുന്നു. നിങ്ങളിൽ സഹായിക്കാൻ തുടിക്കുന്ന ഒരു മനസ്സുണ്ടോ? നിങ്ങൾക്ക് ഇതാ ഒരു ദൃശ്യാവിഷ്കാരം. ലൈഫ് ഈസ് എബൻഡൻസ്. സഹായിക്കും സഹായിക്കും. എന്താ എല്ലാം കഴിഞ്ഞു. നീ ഇവിടെ വന്നേ. Please may I get you? Yes, please seated. Why are you late? Oh. നിങ്ങളെ പോലെയുള്ള ആളുകളെയാണ് ഞങ്ങൾക്ക് കമ്പനിക്ക് ആവശ്യമുള്ളത്. God bless you. You are selected. So, dear friends, നിത്യജീവനെ അവകാശിയാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവത്താൽ നിറയ്ക്കാം. താങ്ക് യു. In her friend's house.
protection and love of Almighty. So here we, group number 6, would like to present to you a small role play outlining just how we go about in our daily life, neglecting God and His blessings, and how a small act of turning to His shelter would make a great difference. We have the life of abundance, outlining the life story of a girl, Sonu Shaji, and how she goes to God, and that the small act of turning to God is bringing abundance of joy into her life. ഇതാണ് സോനു. സോനുവിന് തിങ്കളാഴ്ച എക്സാം ആണ്. ഇന്ന് സാറ്റർഡേ. പഠിക്കുകയാണെന്നാണ് പറച്ചില്. പുള്ളിക്കാരത്തി മൊബൈലിൽ കളിക്കുക. Making me sleep, and I have to message my friends, whatever that is. Next day, Sunday. Sonu eating.
ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കഷ്ടം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകാറുണ്ട്. നാം അവരെ വല്ലപ്പോഴും സഹായിക്കാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്, ഒരു കുഞ്ഞു സഹായം, തന്നാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാറെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു. ഒരു സാധാരണ വഴിയാത്രക്കാരന്റെ ഒരു ദിവസം. രണ്ടാം ദിവസം. മൂന്നാം ദിവസം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞു സഹായങ്ങൾ വലിയ മാറ്റങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അത്
ചെറിയ പുഞ്ചിരിയായിരിക്കും. എന്നിരുന്നാലും മറ്റുള്ളവരെ തന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകും. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു അർത്ഥമുണ്ടാകും. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും. ഗ്രൂപ്പ് 8 നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്നപ്പോൾ പലവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. അതിൽ നിന്ന് ഒരു റിയൽ സ്റ്റോറിയാണ് നിങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ലൈഫ് ഇസ് എബണ്ടൻസ്. ഞങ്ങൾ കാണിക്കാൻ പോകുന്നൊരു ഫാമിലിയാണ്. അവിടെ സണ്ണി എന്ന് പറഞ്ഞൊരാൾ ഒത്തിരി ബിസിനസിന്റെ തിരക്കും അതുപോലെ ഒത്തിരി തിരക്കുകളൊക്കെ ആയിട്ട് ജീവിതം തന്നെ മറന്നുപോയ ഒരാളാണ്. ദൈവത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാനോ അയാൾക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ ഒരു ജീവിതമാണ് ഇവിടെ കാണാൻ പോകുന്നത്. അയാളുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. ഇവിടെ സണ്ണിയുടെ ഒരു ഫാമിലി ഒരു ദിവസമാണ് കാണാൻ പോകുന്നത്. അവിടെ സണ്ണിയുടെ അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, സണ്ണിയുണ്ട്. ഇനി കാണാം. ഞാൻ മോനെ സണ്ണി, സണ്ണി നീ എഴുന്നേറ്റില്ലേ? അവിടെ വന്നിരുന്നു താതാ തുടങ്ങിയില്ല. വേഗം എഴുന്നേക്കാൻ. ഞായറാഴ്ച ഭയങ്കര ക്ഷീണമാണ്. എനിക്ക് പള്ളിയിൽ പോകണില്ല. നീ വരുന്നില്ലേ? ഇല്ല. മോളെ നമുക്ക് പോകാം. ഇനി ഒരു ദിവസം സണ്ണി ബിസിനസിന്റെ ആവശ്യത്തിനായി ഒരു മീറ്റിംഗിന് വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ്. നീ ടിക്കറ്റ് ഒക്കെ എടുത്തോ? മഞ്ഞ് വരെ ടിക്കറ്റ് ഇല്ല. ബാംഗ്ലൂരിൽ പോകുമ്പോ ബാഗൊക്കെ എടുത്ത് തയ്യാറാക്കി വെച്ചോ? സ്ഥലമൊക്കെ തയ്യാറാക്കി വെച്ചു. എന്നാ ശരി. അങ്ങനെ സണ്ണി യാത്ര ചെയ്യുമ്പോൾ മടക്ക യാത്രയിൽ ഒരു ആക്സിഡന്റ് പറ്റുന്നു. സണ്ണി ഭയങ്കര ബുദ്ധിമുട്ടുമായി പരിക്കേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നു. ഇയാളുടെ ബന്ധുക്കൾ എവിടെയാ? നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായി ഇതാ സണ്ണിക്ക് ഒരു പുതിയ ജീവൻ കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു മാസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നു. ഇത് നമുക്ക് സണ്ണിയുടെ പുതിയ ജീവിതത്തെ ഒന്ന് എത്തി നോക്കാം. സണ്ണി മാറിയിരിക്കുന്നു. സണ്ണിയുടെ വീട്ടിൽ നിന്ന് പള്ളി കാണാം. പക്ഷേ ഇപ്പോൾ സണ്ണി എല്ലാ ആഴ്ചയും 7:30 പള്ളിയിലെത്തുന്നു. ഒരു പുതിയ ജീവൻ ഏറ്റെടുത്ത് ആ ജീവിതം സമൃദ്ധിയായി അനുഭവിക്കുകയാണ് സണ്ണി. ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഡോക്ടർ മാത്യുവിന്റെ വീട്ടിലെ ഹൗസ് വാമിങ്ങിനാണ്. എല്ലാവർക്കും സ്വാഗതം. ഈ സന്തോഷത്തിന് ഇരട്ടി മധുരം കൂട്ടാനായി പള്ളി പെരുന്നാൾ അന്ന് തന്നെ ആഘോഷിക്കുന്നു. നമുക്ക് നോക്കാം.
ഹോസ്പിറ്റലിലെ ICUയിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വരുന്നു. അതിന് വളരെയേറെ ചികിത്സിച്ചാണ് 60% പോയിട്ടുണ്ട്. 1% മാത്രം രക്ഷപ്പെട്ടു. നമുക്ക് ദൈവത്തിലോട്ട് കൊടുക്കും. അതിന് ട്രെയിനിങ് ആരംഭിച്ചു. സർജറിക്ക് ശേഷം ഡോക്ടർ വീണ്ടും കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക്. സന്തോഷത്തിലും ദുഃഖത്തിലും എന്നും ഈശോയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ സങ്കടങ്ങൾ